സത്യസന്ധമായി പറയാണ്, ഇവിടെ അറിഞ്ഞിരിക്കാനാണ്. നമ്മുടെ അജിത് ജിക്കടക്കം നമ്മുടെ ഈ സംഘടനയിലുള്ള ഒരുപാട് പേർക്ക് വ്യക്തിപരമായ ദുരനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. വർഷങ്ങളെടുത്താണ് അവർ കോടതിയിൽ നിന്ന് ആ റിലാക്സേഷൻ വാങ്ങിയത് ആത്യന്തികമായി. അപ്പൊ അതിന്റെയൊക്കെ അവരുടെ മനസ്സിലുണ്ടെന്ന കാര്യം നമ്മൾ മറക്കരുത്. രണ്ട്, എനിക്ക് നേരത്തെ ഗോകുൽ പറഞ്ഞ അദ്ദേഹം പറഞ്ഞ ഈ കാര്യങ്ങളോട് താങ്കൾ യോജിക്കുന്നുണ്ടോ? വ്യക്തിപരമായ ദുരനുഭവം ഒക്കെ അവിടെ നിൽക്കട്ടെ, ഇപ്പോൾ നടത്തിയിട്ടുള്ള ചില പരാമർശങ്ങൾ ഉൾപ്പെടെയൊക്കെ താങ്കൾ അതൊക്കെ യോജിക്കുന്നുണ്ടോ രാഹുൽ ഈശ്വർ? നിങ്ങളുടെ സംഘടന നിങ്ങളൊപ്പം നിൽക്കുന്നവരാണല്ലോ. അങ്ങനെയല്ല, ഞാൻ അവിടെയാണ്. നന്ദിതയോട് ഞാൻ അടക്കമുള്ള പുരുഷന്മാരിൽ നിന്ന് ഇത്തരത്തിലുള്ള നെഗറ്റീവ് വർത്താനം പലപ്പോഴും സാമൂഹ്യ മാധ്യമങ്ങളിൽ നിന്നും സൈബർ മേഖലയിൽ നിന്നും നെഗറ്റീവ് വർത്താനം ഞാൻ അടക്കമുള്ള പുരുഷന്മാരിൽ നിന്ന് കേൾക്കേണ്ടി വരുന്നതിൽ നന്ദിതയോട് മാപ്പി ചോദിക്കുന്നു. അത് ഞങ്ങൾ പുരുഷന്മാരിൽ പലർക്കും പറ്റുന്ന തെറ്റാണ്. പലപ്പോഴും ഈ സൈബർ മേഖലയിൽ അടക്കം നിൽക്കുന്നവർ ഫേസ് ഇല്ലാതൊക്കെ എന്ന് പറയുന്ന ഒരു പക്ഷേ ഞാൻ അടക്കമുള്ളവരിൽ നിന്ന് ഉണ്ടായിക്കാണ്. അതുകൊണ്ട് നന്ദിതയോട് അതിന് വ്യക്തിപരമായി തന്നെ മാപ്പി ചോദിക്കുന്നു. ഇപ്പോ പ്രൈമാഫേസി തോന്നുന്നത് നന്ദിത പറഞ്ഞതാണ് കൂടുതൽ ശരിയെന്നാണ്. കാര്യം ഈ ഇദ്ദേഹത്തിനെ കുറിച്ച് റിപ്പീറ്റ് ഒഫൻഡർ എന്ന അലിഗേഷൻ ഉണ്ടായി. സാമൂഹ്യ മാധ്യമങ്ങളിൽ പലരും ചൂണ്ടിക്കാണിച്ചു. കോടതിയാണ് ആത്യന്തികമായി തീരുമാനിക്കേണ്ട. രാഹുൽ ഈശ്വറോ അജിത് കുമാറോ അനുജ മാഡമോ അല്ലെങ്കിൽ ഗോകുലോ ഒന്നും അല്ല. പക്ഷേ പ്രൈമാഫേസി നിങ്ങൾ പറഞ്ഞത് ശരിയാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. ഇപ്പൊ അങ്ങനെയാണ് തോന്നുന്നത്. കാര്യം റിപ്പീറ്റ് ഒഫൻഡർ വരുമ്പോൾ മുമ്പുള്ള തെറ്റ് അത് ശരിയായിരിക്കാൻ സാധ്യതയുണ്ടെന്നല്ലേ നമ്മൾ സാധാരണക്കാരെ ഇയാള് ഇപ്പോ ഈ പറയുന്നത് പോലെ ഒരു പരാതി ആദ്യമായിട്ട് അതിനു മുൻപ് അയാൾ എന്തൊക്കെ ചെയ്തിരിക്കാമെന്ന് ആർക്കറിയാം? നന്ദിത പറയുമ്പോഴാണ് ഇങ്ങനെ സവാദ് എന്നൊരാളെ നമ്മളൊക്കെ അറിയുന്നത്. അതിനുശേഷമാണ് ഇയാൾ വാർത്തയിലൂടെ വന്നപ്പോഴാണ് ഇയാളുടെ മുഖം പരിചിതമായത്. പിന്നീടാണ് പെൺകുട്ടികൾ നന്ദിതയ്ക്ക് ഇത്തരം സ്ഥിരമായി ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന്. ഇയാൾ ഇത് എത്ര കാലമായി ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് ആർക്കറിയാം? ഇത് കഴിഞ്ഞിട്ട് ജാമ്യത്തിൽ ഇറങ്ങിയിട്ട് അയാൾ വീണ്ടും ഇത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മളൊക്കെ സാധാരണ ബസ്സിലൊക്കെ സഞ്ചരിക്കുന്ന ആളുകളാണല്ലോ. നമ്മൾ എന്ത് വിശ്വസിച്ചിട്ടാണ് ഇത്തരം ആളുകളുടെയൊക്കെ കൂടെ ഇരുന്ന് സഞ്ചരിക്കുക? നമ്മളെല്ലാവരും പുരോഗമനം പറയും. ഇപ്പോ നന്ദിത പോലും തൊട്ടടുത്തിരുന്ന് യാത്ര ചെയ്യുകയാണ്. അതിനൊന്നും പ്രശ്നമില്ല. കാരണം അങ്ങനെയൊക്കെയാണ് കാലം മാറിയിട്ടുണ്ട്. പക്ഷെ അത് നടക്കില്ല എന്നുള്ളതാണല്ലോ. ഇത്തരം ആളുകളെയൊക്കെ എങ്ങനെ വിശ്വസിച്ചിട്ട് നമുക്ക് യാത്ര ചെയ്യാൻ പറ്റും? താങ്കളുടെ വീട്ടിലുമുണ്ട് സ്ത്രീകൾ, നമ്മളും ഒക്കെ യാത്ര ചെയ്യുന്നവരാണ്. അല്ല, നമ്മുടെ വീട്ടിൽ സ്ത്രീകളുണ്ട്, സഹോദരിമാരുണ്ട്, സുഹൃത്തുക്കളുണ്ട്. നമുക്ക് എന്തൊക്കെ പറഞ്ഞാലും, ഞാൻ പുരുഷ കമ്മീഷന് വേണ്ടി നമ്മൾ വാദിക്കുമ്പോഴും അതിന്റെ ആദ്യ വരി ഈ കാലഘട്ടത്തിലും സ്ത്രീകൾക്ക് തന്നെയാണ് കൂടുതൽ ദുരനുഭവങ്ങൾ നേരിടേണ്ടി വരിക എന്ന് നമുക്ക് എല്ലാം അറിയാം. ഇതാണ് പുരുഷ കമ്മീഷന്റെ ഫസ്റ്റ് വരി. പക്ഷേ പുരുഷന്മാർക്കും കുറച്ച് പ്രശ്നമുണ്ട്. അപ്പൊ സവാദിന്റെ കേസ് നേരത്തെ വന്നപ്പോൾ നമ്മളിൽ പലരും ധരിച്ചത് അദ്ദേഹത്തിന്, ഞാൻ പോയിട്ടില്ല ആ പരിപാടിക്ക്, എന്നിരുന്നാൽ പോലും ഞാൻ ടി വിയിലൊക്കെ കാണുമ്പോൾ ധരിച്ചത് കോടതി വിധി വരട്ടെ, ഇങ്ങനെ ഒരാളെ ബ്ലെയിം ചെയ്യാൻ പറ്റുമെന്നാണ്. റിപ്പീറ്റഡ് ആയി ഒരാൾക്കെതിരെ അലിഗേഷൻസ് വരുമ്പോൾ ശരിയാണെന്ന് കരുതാനുള്ള ടെൻഡൻസി അല്ലേ കൂടുതൽ. ഒരു കാര്യം ഗോകുലും നമ്മുടെ നന്ദിതയും പറഞ്ഞ ശരിയാണ്. നമ്മുടെ പെൺകുട്ടികൾ എങ്ങനെ റിയാക്ട് ചെയ്യണമെന്ന് നമുക്ക് തീരുമാനിക്കാൻ പറ്റില്ല. അവരാണ്. ചില ആൾക്കാർ ഒരുപക്ഷെ മടി പിടിച്ചിരിക്കും, ചില ആൾക്കാർ വേദനയിൽ ഒന്ന് ചൂളിപ്പോകും, ചില ആൾക്കാർ ധൈര്യത്തോടെ പ്രതികരിക്കും.